ഹായ് ഡിയർ സ്റ്റുഡൻസ്, നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. കാര്യം ഒരു ചെറിയ ചാപ്റ്റർ അല്ലേ, ഓരോരോ ഹോർമോൺസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും പ്രിക്കേഴ്സർ മോളിക്യൂൾസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ പോരെ, അതിൽ നിന്നൊക്കെ ഒത്തിരി ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കും കേട്ടോ. അതാ പറയുന്ന ബയോളജിയിൽ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പോലും അപ്ലൈഡ് ലെവലിൽ, ആപ്ലിക്കേഷൻ ലെവലിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ഗാർഡനർ നോട്ടീസസ് ദാറ്റ് lateral buds of a plant begin to grow vigorously after the apical bud is removed. This effect is primarily due to decrease in cytokinin concentration, increase in gibberellin concentration, redistribution of auxin, ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് അബ്സിസിക് ആസിഡ്. നമ്മൾ ആദ്യം ചെയ്ത 2 ക്വസ്റ്റ്യൻസിനെക്കാളും കുറച്ചും കൂടെ ട്വിസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ലാറ്ററൽ ബഡ്സ് അല്ലേ ഓഫ് എ പ്ലാന്റ് ബിഗിൻ ടു ഗ്രോ വിഗറസ്ലി. അപ്പോൾ ലാറ്ററൽ ബഡ്സ് ഉണ്ട്, അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാതിരിക്കുമായിരുന്നു. പക്ഷേ ആ പ്ലാന്റിൻ്റെ ഏപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ലാറ്ററൽ ബഡ്സ് വളരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ തന്നെ റീസൺ ഓപ്ഷൻസ് ഒന്നും തന്നെ ഡയറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് ചിന്തിക്കുക. അതായത് ഏപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ റിമൂവിങ് ദ ഏപ്പിക്കൽ ഡോമിനൻസ് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഏപ്പിക്കൽ ഡോമിനൻസ് എന്താണെന്ന് അറിയണം അല്ലേ. അതായത് ഒരു പ്ലാന്റിൻ്റെ ഏപ്പെക്സ് ഉണ്ട്, ഷൂട്ട് ഏപ്പെക്സ് ഉണ്ട് എങ്കിൽ അവിടെ ആരുണ്ടാവും? ഓക്സിൻ ഉണ്ടാവും. അപ്പോൾ ഓക്സിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ അത് ഡോമിനേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ടല്ലേ ഒരു പ്ലാന്റ് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഹൈറ്റ് കൂടുന്നത്. കാരണം പ്രൈമറിലി പ്ലാന്റ്സ് ഹൈറ്റാണ് കൂടുന്നത് അല്ലേ. ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ അത് വണ്ണമൊക്കെ വെക്കുന്നുണ്ടാവും, ഒക്കെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വരുന്നതിനേക്കാളും കൂടുതൽ ഒരു പ്ലാന്റിൻ്റെ ശ്രദ്ധ മൊത്തം അതിന് പൊക്കം കൂടുക എന്ന് പറയാം, പ്രൈമറി ഗ്രോത്ത്. അപ്പോൾ അത് ആ ഏപ്പിക്കൽ ഡോമിനൻസ് ഉള്ളതുകൊണ്ട് ഓക്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡീക്യാപിറ്റേറ്റ് ചെയ്താൽ, ആ പ്ലാന്റിനെ ഡീക്യാപിറ്റേറ്റ് ചെയ്താൽ വി ആർ ആക്ച്വലി റിമൂവിങ് ദ ഓക്സിൻ ഫ്രം ദ ടിപ്പ് ഓഫ് ദ പ്ലാന്റ് അല്ലെ. ആ ടിപ്പ് തന്നെ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ എന്താ പറ്റുക? സൈറ്റോകൈനിൻസ് ആക്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ സൈറ്റോകൈനിൻസിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സൈറ്റോകൈനിൻസിന് ഈ ഏപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാന്റ്സിന് ബ്രാഞ്ചസും വരുന്നത്. പക്ഷേ ഓക്സിൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോകൈനിന് കൂടുതലായിട്ട് ആക്റ്റീവ് ആകാനും ഈ ലാറ്ററൽ ബ്രാഞ്ചസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ പറയുന്ന ഈ ലാറ്ററൽ ബഡ്സ് നല്ലോണം ഗ്രോ ചെയ്യാൻ, വിഗ്രസ്ലി ഗ്രോ ചെയ്യാൻ ഒക്കെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനിനാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നോക്കിയാൽ ഡിക്രീസ് ഇൻ സൈറ്റോകൈനിൻ അല്ല, എപ്പിക്കൽ ഡോമിനൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും സൈറ്റോകൈനിൻസ് കൂടുകയും അതിൻ്റെ ആക്ടിവിറ്റി കൂടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസ് ഇൻ സൈറ്റോകൈനിൻ കോൺസെൻട്രേഷൻ എന്തായാലും എടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് സൈറ്റോകൈനിൻ എന്നൊരു വേർഡ് കണ്ടുകൊണ്ട് ചാടിക്കയറി ഈ ഓപ്ഷൻ എഴുതി കഴിഞ്ഞാൽ പോയി. എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അതിനകത്ത് വരുന്നത്. ഇൻക്രീസ് ഇൻ ഗിബറലിൻസ്. ഗിബറലിൻസിന് ഈ പറയുന്ന ലാറ്ററൽ ബഡ് ഗ്രോത്തുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല, നമ്മൾ പഠിക്കുന്നുമില്ല. ഓക്കെ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിൻ. അടുത്ത ഓപ്ഷൻ നോക്കാം, ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് അബ്സിസിക് ആസിഡ്. തീർച്ചയായിട്ടും അബ്സിസിക് ആസിഡ് ഒരു ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. അപ്പോൾ ലാറ്ററൽ ബഡ്സിൻ്റെയൊക്കെ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യിക്കുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. ഒന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിൻ. ഓക്കെ, ഇതപ്പം നോക്കിയേ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഓക്സിൻ എന്താ ചെയ്യാന്നറിയോ? ലാറ്ററൽ ബഡ്സിൻ്റെ അങ്ങോട്ടേക്ക് അത് വരികയാണ്. ഓക്കെ, അപ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഏപ്പെക്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഓക്സിന് പറ്റുന്നില്ലല്ലോ, ഏപ്പെക്സ് അവിടെ ഇല്ല. അപ്പോൾ ആ ഏപ്പെക്സിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരുന്ന ആ ഓക്സിന് പിന്നെ ഏപ്പെക്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഏപ്പെക്സ് അവിടെ ഇല്ല. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ലാറ്ററൽ ബഡ്സിലേക്ക് വരിക. അപ്പോൾ അവിടെ സൈറ്റോകൈനിൻ ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ സൈറ്റോകൈനിൻ ലാറ്ററൽ ബഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ് ഗ്രോ ചെയ്യാൻ. പക്ഷെ ലാറ്ററൽ ബഡിനും ഒരു ഏപ്പെക്സ് ഉണ്ട്. ആ ഏപ്പെക്സിന് ആക്ടിവേറ്റഡ് ആയാലേ ആ ഏപ്പെക്സ് നീളം വെച്ചിട്ട് ലാറ്ററൽ ബ്രാഞ്ചസ് എന്ത് ചെയ്യത്തുള്ളൂ? നീളം വയ്ക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സൈറ്റോകൈനിൻ
ലാറ്ററൽ ബഡ്സിനെ ആക്ടിവേറ്റഡ് ആക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞെങ്കിലും ഓക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ആ സൈറ്റോകൈനിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്, ലാറ്ററൽ ബഡ്സ് ആയിരുന്നാലും അത് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അതിനൊരു ഏപ്പെക്സ് ഉണ്ട്. ബ്രാഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്രാഞ്ചിനൊരു ഏപ്പെക്സ് ഉണ്ട്, അതിന് പിന്നെ നീളം വെക്കണ്ടേ. അപ്പോൾ അവിടെ ആ ഏപ്പെക്സിൽ ആക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ആരാണ്, ഓക്സിനാണ്. അവിടെ പിന്നെ സൈറ്റോകൈനിൻ അല്ല. അപ്പം സൈറ്റോകൈനിൻസിൻ്റെ ആക്ടിവിറ്റി കാരണം ലാറ്ററൽ ബഡ്സ് ആക്ടിവേറ്റഡ് ആയി, ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടാകാനായിട്ട് തുടങ്ങുമ്പോൾ ആ ലാറ്ററൽ ബ്രാഞ്ചസിൻ്റെ ലെങ്ത് കൂടണം എന്നുണ്ടെങ്കിൽ ഓക്സിൻ തന്നെ വേണം. അതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ ദ അലിറോൺ ലെയർ ഓഫ് ബാർലി secretes hydrolytic enzymes. Which sequence of hormonal events correctly explains this phenomenon? നല്ലൊരു ക്വസ്റ്റ്യനാണിത് കേട്ടോ. കാര്യം സാമാന്യം നല്ല ഡെപ്തിൽ പോയിട്ട് നല്ല ആപ്ലിക്കേഷൻ ലെവലിലെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. സംഭവം എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആര് എന്നുള്ള രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിടത്തും നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരിടത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പം ഗിബർലിൻസ് വരുമ്പോൾ ശരിക്കും സീഡ് ഡോർമൻസി ഫേവർ ചെയ്യുന്ന അബ്സിസിക് ആസിഡാണ്. അതിനെ ഓവർകം ചെയ്യുന്നത് ഗിബർലിക് ആസിഡ്സാണ്, ഗിബർലിൻസാണ്. ഇത് സീഡ് ജെർമിനേഷനെ ഫേവർ ചെയ്യുന്ന ഹോർമോണാണ് ഗിബർലിൻസ്. അത് പിന്നെ അതുകൊണ്ട് നമ്മൾ അതിനെ ആൻറ്റി ഡോർമിൻ എന്നൊക്കെ വിളിക്കും. ഡോർമൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഹോർമോൺ ആയതുകൊണ്ട് ഗിബർലിൻസിനെ നമ്മൾ ആൻറ്റി ഡോർമിൻ എന്നൊക്കെ വിളിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഡയറക്റ്റായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഗിബർലിൻസിനെ പറ്റി പറയുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പറയുന്നിടത്ത് ഒരു സെൻറ്റൻസ് ഉണ്ട്. ഗിബർലിൻസ് ആർ യൂസ്ഡ് ഫോർ സ്പീഡ് അപ്പ് ദ മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂവിംഗ് ഇൻഡസ്ട്രി. ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിൽ മാൾട്ടിംഗ് പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബർലിൻസ് യൂസ് ചെയ്യുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ചു വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. പക്ഷേ ഇപ്പോഴൊക്കെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഗിബർലിൻസിൻ്റെ റിയൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, മാൾട്ടിംഗ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാൾട്ടിംഗ് പ്രോസസ്സ് എന്താ, നാച്ചുറലി മാൾട്ടിംഗ് പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ സിറിയൽ സീഡ്, ബാർലി പോലുള്ള സിറിയൽ സീഡ്സിൻ്റെ ജെർമിനേഷൻ സമയത്ത് സീഡിൽ എൻഡോസ്പേമിൽ റിസർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യിക്കണം. കാരണം സ്റ്റാർച്ചിനെ നേരിട്ടെടുത്ത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആക്കാൻ പറ്റില്ല. സ്റ്റാർച്ച് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ആസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അത് ഗ്ലൂക്കോസ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റാർച്ച് ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി എംബ്രിയോണിക് സെല്ലുകൾ ഗ്ലൂക്കോസ് എടുത്ത് റെസ്പയർ ചെയ്താണ് ഇത് ജെർമിനേറ്റ് ചെയ്യുന്നത്, സീഡ് ജെർമിനേഷൻ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഈ എൻഡോസ്പേമിലിരിക്കുന്ന സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം അവിടെ, പിന്നെ എൻസൈംസ് വേണം, അമൈലേസസ് വേണം. അപ്പോൾ ഇതാരുണ്ടാക്കും? കാരണം സീഡ് ഡോമൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് അബ്സിസിക് ആസിഡാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഗിബർലിൻസിന് എന്താണ് പങ്ക്? ഗിബർലിൻസ് ആ സമയത്ത് അവിടെ ഇല്ല. ശരിക്കും നടക്കുന്നത് എന്താ വെച്ചാൽ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസ് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ ദ എംബ്രിയോണിക് സെൽ സിന്തസൈസ് ഗിബർലിൻസ്. ഗിബർലിക് ആസിഡ്സ് അവിടെ സിന്തസൈസ് ചെയ്യാണ്. പതുക്കെ അബ്സിസിക് ആസിഡ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ഗിബർലിക് ആസിഡ്സ് വെച്ചിട്ട്. ഈ ഗിബർലിക് ആസിഡ്സ് എന്ത് ചെയ്യുന്നറിയോ, സിറിയൽ സീഡിൻ്റെ അലിറോൺ ലെയർ അത് പഠിച്ചോർക്കുന്നുണ്ടോ? എൻഡോസ്പേമിൻ്റെ തന്നെ ഏറ്റവും ഔട്ടർമോസ്റ്റ് കവറിങ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കവറിങ് ആണ്, അലിറോൺ ലെയർ എന്ന് പറയും. അപ്പോൾ അതിലെ സെല്ലുകൾ കൊണ്ട് എന്തുണ്ടാക്കിക്കണം, അമൈലേസസ് ഉണ്ടാക്കിക്കണം. അത് ഈ ഗിബർലിൻസ് ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ ഗിബർലിൻസിന് നേരിട്ട് പോയിട്ട് ജെർമിനേറ്റ് ചെയ്യിക്കാനൊന്നും പറ്റത്തില്ല. ഗിബർലിൻസ് പോയിട്ട് ഈ അലിറോൺ ലെയർ ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് എൻഡോസ്പേം. 3N ട്രിപ്ലോയിഡ് ആണ് അലിറോൺ ലെയറും. അപ്പോൾ അലിറോൺ ലെയറിലെ സെല്ലുകൾ, ദ ട്രിപ്ലോയിഡ് സെൽസ്, അവരെ കൊണ്ട് കൂടുതൽ മോർ ആൻഡ് മോർ അമൈലേസസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, വിച്ച് ആർ ദ സ്റ്റാർച്ച് ഡൈജസ്റ്റീവ് എൻസൈംസ്. അങ്ങനെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ചാടി കയറി ഗ്ലൂക്കോസ് അല്ല ഉണ്ടാകുന്നത്. സ്റ്റാർച്ച് ഡൈജഷനിൽ എപ്പോഴും മാൾട്ടോസ് ആണ് കിട്ടുന്നത്, മാൾട്ടോസ്. യു ഹാവ് ടു നോ ദാറ്റ് മാൾട്ടോസ് ഇസ് മേഡ് അപ്പ് ഓഫ് 2 molecules ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. അങ്ങനെ മാൾട്ടോസിനെ പിന്നെ അത് ഈ മാൾട്ടോസ് ആക്കുന്നതിനാണ് മാൾട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്ത് മാൾട്ടോസ് ആക്കുന്നതിനാണ് മാൾട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നാച്ചുറലി മാൾട്ടിംഗ് പ്രോസസ്സ് അങ്ങനെ സിറിയൽ സീഡുകളിൽ അങ്ങനെയാണ് നടക്കുന്നത്. എന്നിട്ടാണ് ഈ മാൾട്ടോസിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയും എംബ്രിയോണിക് സെല്ലുകൾ അതെടുത്ത് റെസ്പയർ ചെയ്ത് ജെർമിനേഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NCERT ഇതുപോലെ ടീച്ചർ മിസ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഗിബർലിൻസിൽ
കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഗിബർലിൻസിൻ്റെ റിയൽ ആക്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ലേണിംഗ്, ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ടീച്ചിങ്, ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു അറിവ് വച്ച് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനിയിപ്പോൾ നമ്മൾ സീഡ് ജെർമിനേഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഗിബർലിക് ആസിഡ്സിലേക്ക് തന്നെ എത്താൻ പറ്റും. അപ്പോൾ ഗിബർലിക് ആസിഡ്സ് പോയിട്ട് അലിറോൺ ലെയർ സെല്ലുകളെ കൊണ്ട് അമൈലേസിനെ സിന്തസൈസ് ചെയ്യിക്കുകയാണ്, വിച്ച് ആർ ദ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. അപ്പോൾ ഈ അമൈലേസ് ആണ് എൻഡോസ്പേമിലുള്ള റിസർവ്ഡ് മെറ്റീരിയൽ, ദാറ്റ് ഇസ് എ സ്റ്റാർച്ച്. അതിനെ മൊബിലൈസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി എംബ്രിയോണിക് സെല്ലുകളിലേക്ക് എത്തിച്ച് അത് അവിടെ വെച്ച് റെസ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ദ മൊബിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ്. സീഡിൽ മൊബിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിബർലിൻസ് ആണ്. പല കുട്ടികൾക്കും തെറ്റുന്നതായിട്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. കാര്യം കുട്ടികൾ ഈ ന്യൂട്രിയൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചു വെച്ചിരിക്കുന്ന സൈറ്റോകൈനിനെ പറ്റിയാണ്. അപ്പോൾ സൈറ്റോകൈനിൻ പക്ഷേ ന്യൂട്രിയൻ മൊബിലൈസേഷൻ ചെയ്യുന്നത് ലീവ്സിലാണ്. ഓൾഡർ ലീവ്സിലുള്ള ന്യൂട്രിയൻസിനെ യങ്ങർ ലീവ്സിലേക്ക് മൊബിലൈസ് ചെയ്ത് യങ്ങർ ലീവ്സിൻ്റെ ഏർലി ഫോളിങ്ങിനെയൊക്കെ തടയുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സെനസൻസിനെ തടയുക ഒക്കെ ചെയ്യുന്ന സൈറ്റോകൈൻ അത് ലീവ്സിലാണ്. പക്ഷേ സീഡിൽ ന്യൂട്രിയൻ മൊബിലൈസേഷൻ നടത്തുന്ന ആരാണ്? ഗിബർലിൻസ് ആണ്. അത് മിസ് ഇപ്പം പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കോൺസെപ്റ്റുകൾ അറിയണം. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്നും തന്നെ ഔട്ട് ടെക്സ്റ്റ് ഒന്നും അല്ല, പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് നമ്മൾ അലിറോൺ ലെയർ അല്ലെങ്കിൽ അമൈലേസസ് ഇതൊന്നും എൻ സി ആർ ടിയിൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് എൻ സി ആർ ടിയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള കോൺസെപ്ച്വൽ ലെവലിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ ഇതിൻ്റെ ഏതാണ്? 2 ആണ് കേട്ടോ, ഗിബർലിക് ആസിഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ഫ്രൂട്ട് സെല്ലർ ട്രീറ്റ്സ് അൺറൈപ്പ് ഫ്രൂട്ട്സ് വിത്ത് എ ഹോർമോൺ ഫോർ യൂണിഫോം റൈപ്പനിങ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്. Which property of this hormone makes it especially suitable? ഇപ്പോൾ അൺറൈപ്പ് ഫ്രൂട്ട്സിനെ റൈപ്പൻ ചെയ്യിക്കാൻ നമ്മൾ എത്തിലീനാണ് നാച്ചുറലിയും അതുപോലെ എത്തിലീൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അവിടെ എത്തിലീൻ എന്നുള്ളതല്ല ആൻസർ വരേണ്ടത്. എത്തിലീൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു നല്ല ക്വസ്റ്റൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. നോക്കാം. ഇറ്റ് ഈസ് വാട്ടർ സോല്യുബിൾ. വാട്ടർ സോല്യുബിൾ ഇറ്റ്സ് എ ഗേഷ്യസ് ഹോർമോൺ. വാട്ടർ സോല്യുബിൾ ആയതുകൊണ്ട് ഇത് അൺറൈപ്പൻ ഫ്രൂട്ട്സിനെ റൈപ്പൻ ചെയ്യിക്കാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റിയല്ല അല്ലേ. അപ്പോൾ അത് അവിടെ സോൾബിലിറ്റി ഇൻ വാട്ടർ അവിടെ ഒരു മാറ്ററേ അല്ല. ഇറ്റ് സപ്രസസ് റെസ്പിറേഷൻ. എത്തിലീൻ എപ്പോഴും റെസ്പിറേഷൻ റേറ്റ് കൂട്ടുക ചെയ്യുന്നത്. റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ റൈപ്പനിങ് സമയത്ത് റെസ്പിറേഷൻ റേറ്റ് കൂടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും സപ്രസ് ചെയ്യുന്ന ഒരാളല്ല. ഇനി ഇറ്റ് ആക്ട്സ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ ആസ് എ ഗ്യാസ്. ഇറ്റ് പ്രൊമോട്ട് സീഡ് ഡോമൻസി. സീഡ് ഡോമൻസി പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫ്രൂട്ട്സിൻ്റെ റൈപ്പനിങ് നടക്കുന്നു എന്നൊന്നും നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ ദിസ് ഇസ് ദ റീസൺ, ദിസ് ഇസ് ദ ആൻസർ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അൺറൈപ്പൻ ഫ്രൂട്ട് റൈപ്പൻ ചെയ്യാന്ന് വെച്ചാൽ സ്ലോ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്നിപ്പോൾ അൺറൈപ്പാണ്, നാളെ ഭയങ്കരമായിട്ട് റൈപ്പൻ ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ അത് മൊത്തത്തിൽ ഡീക്കേ ചെയ്ത് പോകുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ ബനാന ഫ്രൂട്ടോ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാജുവലിയാണ്, ദിവസങ്ങളെടുത്താണ് അത് എന്ത് ചെയ്യുന്നത്, റൈപ്പൻ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എത്തിലീൻ ആവശ്യാനുസരണം കുറച്ച് കോൺസെൻട്രേഷനിൽ ഉണ്ടാകുകയും ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗേഷ്യസ് ഹോർമോൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ് ആക്ട്സ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ ആസ് എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ പോലും എത്തിലീൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്രാജുവലായിട്ട് ആ ഫ്രൂട്ട് റൈപ്പനിങ് നടത്താനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ ഏത് വരും? സി ഓപ്ഷൻ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബയോളജിയിലെ എല്ലാ ചാപ്റ്ററുകളിലും കേട്ടോ, +1 ടോപ്പിക്സ് ആയാലും +2 ടോപ്പിക്സ് ആയാലും ബോട്ടണി പോർഷൻസ്, സുവോളജി പോർഷൻസ്, അതുപോലെ കോമൺ ടോപ്പിക്സ്, ജെനറ്റിക്സ്, ബയോടെക്നോളജി, സെൽ, ലിവിങ് വേൾഡ്, ബയോളജി ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ, ഇതൊക്കെ ജനറൽ ടോപ്പിക്സാണ്, കോമൺ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത് ഏത് ചാപ്റ്റർ എടുത്താലും ഇതുപോലുള്ള ഒരുപാട് കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബയോളജിയിലുണ്ട്. അപ്പോൾ നമ്മൾ ബയോളജിയിൽ NCERT ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, വായിക്കുക, കാണാതെ പഠിക്കുക. അപ്പോൾ സെൻറ്റൻസുകൾ മാത്രം ഇങ്ങനെ നമ്മൾ വായിച്ച് അതിൻ്റെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ, ഇപ്പോൾ അത് മതിയാവും. പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു ചോദ്യ രീതി അനുസരിച്ചിട്ട് നമ്മൾ ഉറപ്പായിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ടീച്ചർ ഇതുപോലുള്ള ചാപ്റ്ററുകളും അതുപോലെ ഇതുപോലുള്ള കോൺസെപ്റ്റുകളുമായിട്ടൊക്കെ വീഡിയോയിൽ ഡിസ്കഷനിലൂടെ നിങ്ങളെ തമ്മിൽ കാണാവുന്നതാണ്. സോ അതുവരെ ബൈ.